വായന, എഴുത്ത്, രാഷ്ട്രീയം. ഇവിടെ പരിചയപ്പെടുത്തിയതുപോലെ ഞാൻ സംസാരിക്കുന്നത് ആരാണെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, വിശേഷിപ്പിക്കേണ്ടതില്ല. കൃത്യമായ നിലപാടുകളും നിർഭയമായ രാഷ്ട്രീയ വിമർശവും കൈമുതലായുള്ള കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ തിളങ്ങുന്ന വ്യക്തിത്വമാണ്. മികച്ച വാഗ്മിയും ഒപ്പം തന്നെ കവിയും കഥാകൃത്തും ഒക്കെയാണ്. എല്ലാ രംഗങ്ങളിലും തിളങ്ങി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് കേൾക്കാം, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരവും ഉണ്ടാകും. എഴുത്തും വായനയും രാഷ്ട്രീയവും, ഇതിൽ നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത് അറിവ് സമ്പാദിക്കുന്നതും അറിവ് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ്. അറിവ് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അറിവ് അനുഭവങ്ങളിലൂടെ ലഭിക്കുന്ന അറിവും അനുഭവങ്ങളുമൊക്കെ ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് എന്ന ബോധ്യം മനുഷ്യനിൽ എന്നാണോ ഉണ്ടായിട്ടുള്ളത്, ആ ബോധ്യമാണ് മനുഷ്യനെ അന്വേഷണത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കാം പുസ്തകങ്ങളും വായനയും എഴുത്തുമൊക്കെ ഉണ്ടായിട്ടുള്ളതും എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളത് ആദ്യം വായന ഓരോ ആളുകളെയും പുതിയ ചിന്താതലങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. വായന നവീകരണ പ്രക്രിയയാണെന്നും പറയുന്നു. സ്വയം നവീകരിക്കൽ തന്നെയാണ് വായന. അപ്പൊ വായന തങ്ങളെ സംബന്ധിച്ച് ഏത് പ്രായത്തിൽ തുടങ്ങി, അത് താങ്കളെ നവീകരിക്കുന്നത് ഏത് വിധത്തിലാണ്, എങ്ങനെയാണ് എന്ന് അറിഞ്ഞാൽ നല്ലതാണ്. ചോദ്യത്തിന്റെ ആദ്യ ഭാഗം വ്യക്തിപരമാണ്. വായന അക്ഷരം പഠിച്ച കാലം മുതൽ ആരംഭിച്ചതാണ്. അതിനെനിക്ക് തോന്നുന്നൊരു പ്രത്യേകത എൻ്റെ കുടുംബാന്തരീക്ഷം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പശ്ചാത്തലം. ആ കാലത്ത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അന്ന് സജീവമായിരുന്നു കാൻഫഡ് എന്ന് പറയും, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ കാൻഫഡിൻ്റെ ഒരു പ്രവർത്തകൻ കൂടിയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ കാൻഫിഡുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ ധാരാളം വീട്ടിലുണ്ടാകുമായിരുന്നു. ആ പുസ്തകങ്ങളുടെ ഒരു പ്രത്യേകത വളരെ ലളിതമായ, നവസാക്ഷരരായ ആളുകൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ലളിതമായ വലിയ അക്ഷരങ്ങളുള്ള ചെറിയ പുസ്തകങ്ങളാണ്. അപ്പോൾ അത്തരം പുസ്തകങ്ങളുമായി ഇടകലർന്ന് ജീവിതം ആരംഭിച്ച ഒരു ആളാണ് ഞാൻ. അത് ആണ് വായനയെ സത്യത്തിൽ പ്രോത്സാഹിപ്പിച്ചതും മുന്നോട്ട് നയിച്ചതുമല്ല. അത് ഞാൻ ചോദ്യത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ അതോടൊപ്പം ആഗ്രഹിക്കുന്നതിൻ്റെ ചെറിയൊരു ശതമാനം പോലും വായിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരാൾ എന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെ പറയാൻ കഴിയുക. അങ്ങനെ വലിയ ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ എന്നെ ഒരിക്കലും സ്വയം വിലയിരുത്തിയിട്ടേയില്ല. വായന എങ്ങനെ മനുഷ്യനെ, സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്നത് തീർച്ചയായും വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വായനയ്ക്ക് തന്നെ പല തലങ്ങളുമുണ്ട്. ഒരു പുസ്തകം ഒരിക്കലും ഒരേപോലെ രണ്ടുപേർ വായിക്കുന്നുണ്ടാവില്ല എന്ന് പറയാറുണ്ട്. അതായത് ഒരേ പുസ്തകമാണെങ്കിൽ അത് ഞാനും നിങ്ങളും രണ്ട് തരത്തിലായിരിക്കും വായിക്കുക. 1000 പേർ വായിക്കുമ്പോൾ അത് 1000 തരത്തിലായിരിക്കും. അതൊരു ഭാഗം. 2, ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്ന ഒരാൾ ആവില്ല ആ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ആൾ. ഒരിക്കലും ഒരു വ്യക്തിക്ക് അയാളായി തന്നെ ഒരു പുസ്തകം വായിച്ച് പൂർത്തിയാക്കാനാവില്ല എന്ന് പറയാറുണ്ട്. കാരണം പുസ്തകം കഴിയുമ്പോഴേക്ക് ആ വ്യക്തി മാറിയിട്ടുണ്ടാവും. ആ പുസ്തകം പങ്കുവെക്കുന്ന അറിവുകളും കാഴ്ചപ്പാടുകളും ആ വ്യക്തിയെ സ്വാധീനിക്കും. അതിനെയാണ് നമ്മൾ നവീകരിക്കുക എന്നൊക്കെ പറയുന്നത്. പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കുന്നയാളല്ല പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്നയാൾ. എത്രയോ പരിവർത്തനങ്ങൾക്ക്, നവീകരണങ്ങൾക്ക് അയാൾ വിധേയമായിട്ടുണ്ടാവും. ഈ നവീകരണം സാമൂഹ്യമായും സംഭവിക്കും. ഇപ്പോൾ 1850 ഹാരിയറ്റ് എലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾ ടോംസ് ക്യാബിൻ പുറത്തിറങ്ങുന്നത്. ലൈഫ് അമംഗ് ദ ലോലി എന്നൊരു പേര് കൂടി ആ പുസ്തകത്തിനുണ്ട്. ആ പുസ്തകം, ആ നോവൽ
അഡ്രസ്സ് ചെയ്തത്, ആ നോവൽ പരാമർശിക്കുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കയിലെ അടിമത്തത്തിൻ്റെ ഏറ്റവും മനുഷ്യത്വരഹിതമായ വശങ്ങളായിരുന്നു. അടിമത്വം അമേരിക്കയിൽ യാഥാർത്ഥ്യമാണ്. അത് ഒരു സാധാരണ കാര്യം പോലെ നടന്നു പോവുകയാണ്. പക്ഷേ അതിൻ്റെ ആ മനുഷ്യത്വരാഹിത്യത്തെ, കൊടും ക്രൂരതയെ മനസാക്ഷിയുടെ മുൻപിൽ ഒരു വിചാരണയ്ക്ക് വെക്കാൻ ഇടയാക്കിയത് ആ നോവലാണെന്നാണ് പറയുന്നത്. ആ നോവലാണത്രേ അമേരിക്കയിൽ അടിമത്തത്തിനെതിരായ മനുഷ്യരുടെ കൂട്ടായ ചർച്ചകൾക്കും വലിയ ഒരു മൂവ്മെന്റിന് തന്നെയും ഇടയാക്കിയത്. 1862 മറ്റോ ആണ് ഗ്രന്ഥകാരി വൈറ്റ് ഹൗസിലെത്തി എബ്രഹാം ലിങ്കണെ കാണുന്നത്. അവരെ ചൂണ്ടി അഭിമാനത്തോടെ, ആഹ്ലാദത്തോടെ എബ്രഹാം ലിങ്കൺ പറയുന്നുണ്ട്, ഇവരാണ്, ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത്, അടിമത്തത്തിനെതിരായ യുദ്ധം. ചുരുക്കി പറഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് അമേരിക്കയിൽ അടിമത്തം നിയമം മൂലം നിരോധിച്ചു, ഭരണഘടന ഭേദഗതി ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളിൽ നിന്ന് മാനവരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിന്മകളിൽ ഒന്ന് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന അടിമത്വം നിയമം മൂലം തന്നെ നിരോധിക്കുന്നതിനിടയാക്കിയ സാമൂഹ്യ മുന്നേറ്റത്തിന്റെ രാസത്വരകമായി പ്രവർത്തിച്ചത് ഈ ഒരു നോവലാണ് എന്നാണ് പറയുന്നത്. ഇത് ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഞാനിപ്പോൾ നമ്മുടെ പരിമിതമായ സമയമായതുകൊണ്ട് സമാന സ്വഭാവമുള്ള ലോകരാജ്യങ്ങളിലും നമ്മുടെ നാട്ടിലുമുള്ള അനുഭവങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. അപ്പോൾ വ്യക്തിയെ, അതുവഴി സമൂഹത്തെ, ലോകത്തെ ഒക്കെ മാറ്റിമറിക്കാൻ, നവീകരിക്കാൻ, കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൈപിടിച്ചാനയിക്കാൻ വായനയ്ക്ക്, പുസ്തകങ്ങൾക്ക് സാധിക്കും എന്നത് നിസ്സംശയമാണ്. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്നത്തെ ദിവസമായതുകൊണ്ട് MT അനുസ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിൽ കാണുകയായിരുന്നു. MT ഈ 2 അക്ഷരം മതി, നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ല മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹം വിട പറഞ്ഞ ആ അന്തരീക്ഷത്തിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് കണ്ണിൽപ്പെട്ട 2 അഭിപ്രായ പ്രകടനങ്ങൾ, രണ്ടും MTയെ കണക്കറ്റ് അധിക്ഷേപിക്കുന്നതാണ്. നിർമാല്യം സിനിമയെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ അധിക്ഷേപം നടക്കുന്നത്. അപ്പോൾ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ഒരു ചെറിയ കഥയാണ് പിന്നീട് നിർമാല്യം എന്ന സിനിമയായി മാറിയത്. അതിൻ്റെ ഉള്ളടക്കം ഒക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. യാഥാസ്ഥിതികത്വത്തിനും അന്ധവിശ്വാസങ്ങൾക്കും ഒക്കെ എതിരായി ഒരുപക്ഷെ മലയാളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും മൂർച്ചയേറിയ ഒരു കൃതിയാണത്. അപ്പോൾ അത് ഒരു 50 കൊല്ലം മുൻപാണ്, 73 മറ്റാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. അപ്പോൾ അദ്ദേഹം മരിച്ച ദിവസവും പതിറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയ ഒരു കൃതിയെ മുൻനിർത്തി വർഗീയവാദികൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുവെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ MTയുടെ തൂലികയുടെ കരുത്ത് എത്രമാത്രം വലുതായിരുന്നു. MT എന്ന 2 അക്ഷരം മലയാളത്തിൽ സൃഷ്ടിച്ച സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെയും പുരോഗമനോന്മുഖമായ ചിന്താധാരയുടെയും ആ കൊടുങ്കാറ്റ് എത്ര കരുത്തുറ്റതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കരുത്ത്, ഒരു പ്രഹരശേഷി, ഒരു നവീകരണത്തിൻ്റെ കാരണമായി പ്രവർത്തിക്കുന്ന ആ കരുത്ത് എഴുത്തിനുണ്ട്, അതുവഴി വായനയ്ക്കുണ്ട് എന്ന് MT മരിച്ച ദിവസത്തെ വർഗീയവാദികളുടെ പ്രതികരണങ്ങളിൽ നിന്ന് കൂടി നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പറഞ്ഞ ഈ ഒരു അഭിപ്രായം വളരെയധികം പ്രസക്തമാണ്. ഇന്നത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന ആ ഒരു കൃതിയിലൂടെ ഇത്രയധികം പ്രതികരണ ശേഷിയുള്ള ഒരു എഴുത്ത് സമ്മാനിച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കൃതി പ്രതീക്ഷിക്കാൻ സാധിക്കുമോ എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. ഞാൻ അതിനൊരു അവസാന വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചു കാലം പുറകിലേക്ക് നോക്കിയാൽ വല്ലാതെ പ്രകോപിപ്പിച്ച, യാഥാസ്ഥിതികത്വത്തെ പ്രകോപിപ്പിച്ച, പുരോഗമനോന്മുഖമായ ആശയങ്ങൾക്ക് ഊർജം പകർന്ന, പുതിയൊരു ലോകം സ്വപ്നം കണ്ട കരുത്തുറ്റ നിരവധി കലാസാഹിത്യ സൃഷ്ടികൾ ഉണ്ടായിരുന്നു. നോവൽ, നാടകം, സിനിമ, കഥ, കവിത ഒക്കെ ഉണ്ടായിരുന്നു. അത് ഒട്ടൊന്നുമല്ല കേരളത്തിൻ്റെ ഗതിയെ സ്വാധീനിക്കുക മാത്രമല്ല ചിലപ്പോഴെങ്കിലും സാമൂഹ്യഗതിയെ നിർണയിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് MTയെ കുറിച്ച് പറഞ്ഞ
നിർമാല്യം സിനിമയായി പിന്നീട് മാറിയ ആ കഥ. അതുപോലെ നമുക്ക് മറ്റ് പല ഉദാഹരണങ്ങളും ചരിത്രത്തിൽ നിന്ന് എടുക്കാൻ കഴിയും. കൈക്കൂലി കാണാതെ അനുഗ്രഹമേകുവാൻ കൈപൊക്കാത്ത ഈശ്വരൻ ഈശ്വരനോ എന്ന് ചോദിച്ച് ചെങ്ങമ്പുഴയാണ്. 2 തുട്ടേകിയാൽ ചുണ്ടിൽ ചിരി വരും തെണ്ടിയല്ലേ മതങ്ങളെ തീർത്ത ദൈവം എന്ന് എഴുതിയത് ചെങ്ങമ്പുഴയാണ്. ചെങ്ങമ്പുഴയ്ക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞു. ചെങ്ങമ്പുഴ വീടിനാരും കല്ലെറിഞ്ഞതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പടച്ചോന്റെ ചോറ് രചിക്കപ്പെട്ടത് മലയാളത്തിലാണ്. അപ്പൊ ഇന്ന് ഈ നിലയിലുള്ള കൃതികൾ രചിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് നമുക്ക് അങ്ങനെ ഉറപ്പിച്ചൊന്നും പറഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നത് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, യാഥാസ്ഥിതികത്വം എന്നു വേണ്ട മനുഷ്യനെ ആക്രമിക്കുന്ന, വിവിധ തരത്തിൽ ആക്രമിക്കുന്ന സകലതിനുമെതിരെ അഗ്നി സാന്നിധ്യമുള്ള സാഹിത്യരചനകളും കലാസൃഷ്ടികളും കേരളത്തിൽ പിറവിയെടുത്തു. ഇത് ഭൂമിയാണ് എന്ന് KT മുഹമ്മദ് നാടകം എഴുതുമ്പോൾ ആ നാടകത്തിന്റെ രത്നച്ചുരുക്കം വേണമെങ്കിൽ നമുക്ക് പറയാം, ഇത് നിങ്ങളുടെ സ്വർഗമോ നരകമോ അല്ല, ഇത് ഭൂമിയാണ് എന്ന് തന്നെയാണ് ആ നാടകം കാണുമ്പോൾ അതിന്റെ അർത്ഥം. അപ്പൊ ഇങ്ങനെയുള്ള കലാസാഹിത്യ സൃഷ്ടികൾ കൂടിയാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചെടുത്തത്. എന്നാൽ ഇന്ന് പ്രതിലോമ ശക്തികൾ കൂടുതൽ സംഘടിതരാവാനും സമൂഹത്തെ കൂടുതൽ ചോരവാർന്നൊഴുകും വിധം വിഭജിക്കാനും അങ്ങനെ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ്. ഒരുപക്ഷെ ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ വലിയ പങ്കുവഹിച്ച മുൻപ് പരാമർശിക്കപ്പെട്ട സാഹിത്യകൃതികളുടെ, കലാസൃഷ്ടികളുടെ ഒക്കെ ഒരു തുടർച്ച കാലം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമാണിത്. കേരളത്തെ രക്ഷിക്കാൻ ഒരു സാംസ്കാരിക മുന്നേറ്റം അനിവാര്യമാകുന്ന ഒരു കാലമാണിത്. അത് ഒട്ടും ആ ദിശയിലുള്ള ചലനങ്ങളില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടാ, അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പോൾ ഒടുവിൽ എം മുകുന്ദൻ എഴുതിയ നോവൽ നിങ്ങൾ നമ്മളെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ്. ആ നിങ്ങൾ വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായി വിശകലനം ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്. ആ നോവലിലെ നിങ്ങളും ഹിറ്റ്ലറും എന്നൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വഴങ്ങിയിട്ടില്ല. പക്ഷേ ഒരവസരം കാത്ത് അതിപ്പോഴും നിങ്ങളുടെ തൊലിപ്പുറത്തു തന്നെ ഉണ്ട് എന്നാണ് എം മുകുന്ദന്റെ നിങ്ങൾ എന്ന നോവലിലെ ഈ പരാമർശം. സ്വയം വിമർശനപരമായി മുഴുവൻ മലയാളികളും പരിശോധിക്കേണ്ട ഒരു പരാമർശമാണ്. അപ്പോൾ വർത്തമാനകാല കേരളത്തിൽ നമ്മുടെ സമൂഹത്തെ നവീകരിക്കാൻ ഉതകും വിധമുള്ള ഒരു ചലനവും ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷെ ഇന്നുള്ളതിനേക്കാൾ അത് ഒരുപാട് വളരേണ്ടിയിരിക്കുന്നു എന്ന അഭിപ്രായം എനിക്കുണ്ട്. ശരിയാണ്. നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സമകാലികമായ അത്തരത്തിലുള്ള സൃഷ്ടികൾ ധാരാളം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഈ നോവുന്ന മനുഷ്യരെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കാനും അവർക്ക് വേണ്ടി സമരം ചെയ്യാനുമൊക്കെ കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ പ്രതിബദ്ധരാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. യാതനകൾ കണ്ടില്ലെന്ന് നടിക്കാൻ അവർക്കാർക്കും ആകില്ലല്ലോ. പക്ഷേ ഇതിലും ഉൾപ്പെടാതെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതിനൊരു മറുപടി എന്താണ്? അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾക്ക് ഏതൊക്കെ രീതിയിൽ പ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ട് നമുക്കതിനെ നേരിടാനാകും. അപ്പോൾ NV കൃഷ്ണവാര്യർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്, ലോകത്ത് എവിടെയെങ്കിലും മനുഷ്യൻ ചങ്ങലകളാൽ ബന്ധിതനാകുമ്പോൾ ആ വേദന എൻ്റെ കൈകൾക്കാണ്. എവിടെയെങ്കിലും ഒരു പ്രഹരം ഏൽക്കുമ്പോൾ ആ പ്രഹരം എൻ്റെ ദേഹത്ത് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് മനുഷ്യത്വം, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ട് കുറയുന്നുണ്ടോ? കുറേയും കൂടെ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ അത് ഊർജ്ജസ്വലമാക്കി എടുക്കേണ്ടതാണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആഫ്രിക്കയിലാണ് NV അങ്ങനെ എഴുതിയത്. എങ്ങോ മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കയ്യുകൾ നൊന്തിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് എഴുതിയത്. ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാർ ഏറ്റുവാങ്ങുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിലെ കവി എഴുതിയ വരികളാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു മനുഷ്യൻ വേദനിക്കുന്നുവെങ്കിൽ ആ വേദന എൻ്റേതു കൂടിയാണ് എന്ന പ്രഖ്യാപനം. അത്
മനുഷ്യത്വത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഏറ്റവും വലിയ വിളംബരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട കവിതയാണ്. എനിക്ക് തോന്നുന്നു NV മാത്രമല്ല, ലോകമെമ്പാടും വിവിധ ഭാഷകളിൽ സാഹിത്യരചന നടത്തിയിട്ടുള്ളവർ, കലാസൃഷ്ടികൾ നടത്തിയിട്ടുള്ളവർ മിക്കവാറും പേർ ഈ ആശയത്തെ പങ്കുവെക്കുന്നുണ്ട്. അത് മാനവികതയുടെ ആശയങ്ങളെ പങ്കുവെക്കുന്നതാണ്. ഇപ്പോൾ ആശാൻ എഴുതിയിട്ടുണ്ടല്ലോ, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അകലെ വിവേകികൾ. NVയും ആശാനും എഴുതിയത് ഒരേ ആശയമാണ്. മറ്റുള്ളവരുടെ വേദനകൾ പങ്കുവെക്കുക, മറ്റുള്ളവർക്ക് തുണയായി മാറുക, ഇതൊക്കെ ഈ മനുഷ്യ സ്നേഹത്തിന്റെ ആശയം പങ്കുവെക്കാത്ത സാഹിത്യകാരന്മാർ, കവികൾ, കലാകാരന്മാർ ഇല്ല എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഒരുപാട് കലാസൃഷ്ടികളിലും നമുക്കത് കാണാൻ സാധിക്കും. അത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കാവുന്ന ഒരു വിഷയവുമാണ്. എന്നാൽ എല്ലാ കലാസൃഷ്ടികളും, എല്ലാ കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഈ പൊതുവായ ചില മൂല്യങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ എന്നത് വളരെ വിശദമായ ചർച്ചയ്ക്കും പരിശോധനയ്ക്കും ഒക്കെ വിധേയമാക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ മുൻപ് തന്നെ വലിയ ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ് സാഹിത്യത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ, സാഹിത്യത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ച്, കലയോ ജീവിതമോ, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നതേയില്ല. മറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഏതൊരു സാഹിത്യകൃതിക്കും ഒരു സാമൂഹ്യ ദൗത്യമുണ്ട്. അതാണ് അങ്കിൾ ടോംസ് ക്യാബിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഒരുപക്ഷെ അത് എഴുതുന്ന സമയത്ത് ഗ്രന്ഥകാരി ചിന്തിച്ചിട്ടുണ്ടാവില്ല അമേരിക്കയിൽ വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് അത് ഇടയാക്കുമെന്ന്. പക്ഷെ അത് അങ്ങനെയായി വന്നു. ഏറിയോ കുറഞ്ഞോ നമ്മുടെ സമൂഹത്തിൽ മിക്കവാറും എല്ലാ കലാസാഹിത്യ സൃഷ്ടികളും സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രകടമായ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുദ്രാവാക്യങ്ങൾ ഉൾക്കൊള്ളുന്നതല്ലെങ്കിലും കലാസാഹിത്യ സൃഷ്ടികളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ മനസ്സിൽ ആർദ്രതയുടെയോ സ്നേഹത്തിൻ്റെയോ ദയയുടെയോ കാരുണ്യത്തിൻ്റെയോ ഒക്കെ ചെറിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നുവെങ്കിൽ അതെല്ലാം പുരോഗമനപരമാണ്, നമ്മുടെ സമൂഹത്തെ കൂടുതൽ ശരിയായ ദിശയിൽ നയിക്കാൻ സഹായിക്കുന്നതുമാണ്. അത് എത്രമാത്രം എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. നമ്മളിപ്പോൾ ഒരു നോവൽ വായിക്കുന്നു, ഒരു സിനിമ കാണുന്നു, ഒരു കവിത കേൾക്കുന്നു അല്ലെങ്കിൽ ചൊല്ലുന്നു. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഒരാർദ്രതയുടെ ഒരു ചെറിയ നീരുറവ പൊട്ടിപ്പുറപ്പെടുന്നുവെങ്കിൽ അതൊക്കെയും നമ്മുടെ സമൂഹത്തെ മുൻപോട്ട് നയിക്കാൻ ശേഷിയുള്ള രചനകളും കലാസൃഷ്ടികളുമാണ്. അപൂർവം ചിലത് അങ്ങനെ അല്ലാതെയും ഉണ്ടാകുമായിരിക്കാം. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് മഹാഭൂരിപക്ഷവും ഏതെങ്കിലുമൊക്കെ അളവിൽ നമ്മുടെ സമൂഹത്തെ മുൻപോട്ട് നയിക്കാൻ സഹായിക്കുന്ന, അതിന് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നതായി തന്നെയാണ് ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇതോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ സമകാലിക സാഹചര്യത്തെ കുറിച്ച് തന്നെയാണ്. ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കടന്നു വന്ന വഴികൾ, നമ്മളുടെ മുന്നിലൂടെ നടന്നു പോയവർ നമുക്ക് കാണിച്ചു തന്ന വെളിച്ചം, ഇതൊക്കെയും ഇരുൾ പരക്കുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. ചരിത്രത്തെ നിരസിച്ചുകൊണ്ടുള്ള, ചരിത്രത്തെ മറന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ ബോധപൂർവമായ നുണപ്രചരണങ്ങളിലൂടെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട്, അത് അങ്ങനെയാക്കി തീർക്കുന്നത്, അതിനെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു ആവശ്യം വളരെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ആ ഓർമ്മപ്പെടുത്തലുകൾക്കും ഇപ്പോൾ അനിവാര്യമായ ഒരു കാലഘട്ടമാണ്. ഇതേക്കുറിച്ച് തീർച്ചയായിട്ടും ഇത് സത്യത്തിലൊരു പുതിയ വെല്ലുവിളിയല്ല. ലോകം ഇത് നേരിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സംഘടിതമായ നുണപ്രചാരണം ഒരു പ്രതീതി സൃഷ്ടിക്കും, പ്രതീതിയുടെ ഒരു പ്രപഞ്ചമുണ്ടാക്കും എന്നത് ഏറ്റവും ശരിയായി തിരിച്ചറിഞ്ഞതും പ്രയോഗിച്ചതും ഫാസിസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗീബൽസിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആവർത്തിച്ച് നുണ പ്രചരിപ്പിക്കുക, അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനും ഒരു ഇടം സമൂഹത്തിൽ ഉണ്ടാകുമെന്നും അത് ജനങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി സംഘടിപ്പിക്കുന്നതിന് സഹായകരമാകുമെന്നുമെല്ലാം ഫാസിസ്റ്റുകൾ വളരെ മുൻപേ തന്നെ പരീക്ഷിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. ഗ്രന്ഥശാലകൾക്ക് തീവെച്ചുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ജർമ്മനിയിൽ ഫാസിസം മുൻപോട്ട് പോയിട്ടുള്ളത്. പുസ്തകങ്ങൾ അഗ്നിക്കിരയാക്കുകയും മാധ്യമങ്ങളെ വിലക്കെടുക്കുകയും
നിരന്തരമായി നുണ പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായിട്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിർഭാഗ്യവശാൽ ആ രീതിശാസ്ത്രത്തെ സ്വീകരിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരത്തെ നിർണ്ണയിക്കുന്നത്. ഇന്ന് അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവരാണ്. മുസോളിനിയെയും ഹിറ്റ്ലറെയും മാതൃകയായി സ്വീകരിക്കാം എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളവരാണ് അവർ എന്ന് നാം കാണണം. അവർ ഹിറ്റ്ലറെയും മുസോളിനിയെയും മാതൃകയായി സ്വീകരിക്കുന്നവർ അവരുടെ രീതിശാസ്ത്രങ്ങളെയും കടം കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം നിരന്തരം നമ്മുടെ രാജ്യം ആ ഒരു വെല്ലുവിളിയെ ഇപ്പൊ നേരിട്ട് കൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ പോകാൻ ഒരു അവസരം വന്നപ്പോൾ അവിടെ ഗാന്ധിനഗറിൽ ഒരു ഗാന്ധി മ്യൂസിയം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ അകമ്പടിയോടെ ഗാന്ധിജിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ്. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്തു നിന്നൊക്കെ കണ്ട് അവസാനം എത്തുന്ന സമയത്ത് ഗാന്ധിജിയുടെ വധം പരാമർശിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു നരേഷനാണ്. 1948 ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിലെത്തിയ ഗാന്ധിജിയെ ഒരാൾ വെടിവെച്ചു. അത്രയേ ഉള്ളൂ. ആ ആൾ ആരാണ് എന്ന് പറയുന്നേയില്ല. ആ ആളുടെ പേര് ഗുജറാത്ത് സർക്കാരിന് അറിയില്ല. എന്തിന് കൊല്ലപ്പെട്ടു എന്നും അറിയില്ല. ഇതൊരു വലിയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഗാന്ധിജിയെ ആര് കൊന്നു, എന്തിനു കൊന്നു, അത് മൂടിവെക്കാനാണ് വളരെ ആസൂത്രിതമായൊരു ശ്രമം കുറച്ചു കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. സാന്ദർഭികമായി പറയട്ടെ, കഴിഞ്ഞ ജനുവരി 30 പുറത്തിറങ്ങിയ മലയാള മനോരമ ദിനപത്രത്തിൽ ഗാന്ധിജിയെക്കുറിച്ച് എമ്പാടും എഴുതിയിട്ടുണ്ട്. മുഖപ്രസംഗവും ഗാന്ധിജിയെക്കുറിച്ചാണ്. പക്ഷെ ആ മുഖപ്രസംഗത്തിൽ ഒരു വാചകം ഇങ്ങനെയാണ്: രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ നമ്മൾ തന്നെ കൊന്നു. പത്രം വായിക്കുന്ന ആൾ ഞെട്ടിപ്പോകും. നമ്മൾ കൊന്നു എന്നോ? ആരാണ് ഈ നമ്മൾ? ഗാന്ധിവധത്തിൽ നമുക്കെന്താണ് പങ്ക്? നമ്മളല്ല കൊന്നത്, ഗോഡ്സെയാണ് കൊന്നത്. അദ്ദേഹം ഹിന്ദുത്വ എന്ന പുസ്തകത്തിലൂടെ മതരാഷ്ട്രവാദം മുൻപോട്ട് വെച്ച ഇന്ത്യൻ വർഗീയതയുടെ ആദ്യ പഥികരിൽ ഒരാളായിരുന്നു എന്ന് മനോരമ പറയുന്നേയില്ല. മാതൃഭൂമിയും വ്യത്യസ്തമായിട്ടല്ല. അതിന്റെ തൊട്ട് മുൻപിലത്തെ വർഷം 2022 ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിലും ഗാന്ധിജി എങ്ങനെ കൊല്ലപ്പെട്ടു, ആര് കൊന്നു എന്നില്ല. ഈ കഴിഞ്ഞ ജനുവരി 30 ദേശീയ മാധ്യമങ്ങളിൽ വന്ന ലേഖനങ്ങളിലും ഇത് കാണാനില്ല. ഇത് യാദൃച്ഛികമല്ല. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണം. കഴിഞ്ഞ വർഷം UP-യിലെ ഹൈസ്കൂൾ ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു: രാഷ്ട്രപിതാവ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ട്? ഇതായിരുന്നു ചോദ്യം. ഉറപ്പായിട്ടും നമുക്ക് സംശയിക്കാം, 10-15 വർഷം കഴിയുമ്പോൾ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടുവെന്ന് നമ്മുടെ നാട്ടിലെ കുട്ടികൾ വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. ഗാന്ധിജി എങ്ങനെയോ മരിച്ചുപോയ ഒരു പാവമാണ് എന്ന് മാത്രമായിരിക്കും അവരറിയുക. ചരിത്രത്തെ ഇങ്ങനെ മായ്ച്ചു കളയുകയാണ്. ഗാന്ധിജി ചരിത്രത്തിന്റെ പുറത്തേക്ക് പോകുന്നു. ഡാർവിൻ പൂർണ്ണമായി പോയി. ടാഗോർ പാതി വഴിയിൽ നിൽക്കുന്നു. ഇത് വലിയൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള വർത്തമാനകാല വെല്ലുവിളിയാണ്. ചരിത്രത്തെ ഒരു സമരായുധമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ വർത്തമാനകാലത്തിന്റെ വെല്ലുവിളികളെ നേരിടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. ആ ദിശയിലുള്ള ചില സാഹിത്യ സൃഷ്ടികളെങ്കിലും പിറവിയെടുക്കുന്നുണ്ട് പുതിയ തലമുറയിൽ എന്നതും നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ഓരോ ആളുകളും അവരുടേതായ രീതിയിൽ പ്രതിഫലിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സമരം അവരുടെ കലാപ്രവർത്തനങ്ങളിലൂടെയും സാഹിത്യ സൃഷ്ടികളിലൂടെയും നടത്തേണ്ടത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വിദ്വേഷത്തെ നോർമലൈസ് ചെയ്യുന്ന ഒരു രീതി, അതായത് വിമർശാത്മകമായിട്ടുള്ള സമൂഹത്തെ ഇല്ലാതാക്കുക, ആ ഒരു രീതിയാണ് തുടർന്ന് വരുന്നത്. ഇത് സമൂഹത്തിന് മുൻപിൽ തുറന്നു കാട്ടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾ ഇല്ലാതാക്കുകയാണ്. വളരെ നോർമലായി ഇപ്പോൾ തങ്ങൾ പറഞ്ഞിട്ടുള്ള മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടു, നമ്മളാണ് കൊന്നത്, അവിടെ നമുക്ക് തോന്നേണ്ടുന്ന നമ്മുടെ ഒരു ഉള്ളിലുണ്ടാകുന്ന ഒരു അമർഷം അല്ലെങ്കിൽ അതോടുള്ള ഒരു വിദ്വേഷം, അതിനെ നോർമലൈസ് ചെയ്യുകയാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടത്തുന്നത്. അപ്പോൾ ഓരോ ആളും അതിനെതിരായി
പ്രവർത്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ. അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതും വളരെ അത്യാവശ്യമല്ലേ? ഇത് തുറന്ന് കാണിക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമല്ലേ? തീർച്ചയായും ഈ സ്വേച്ഛാധികാര വാഴ്ച അല്ലെങ്കിൽ അമിതാധികാര പ്രവണത എന്നൊക്കെ പറയുന്നത് വിധേയന്മാരെ സൃഷ്ടിക്കും വളരെ വേഗത്തിൽ, വിപ്ലവകാരികളെയും സൃഷ്ടിക്കും. പക്ഷേ കൂടുതൽ പേരും വിധേയരായി മാറുന്നു എന്നാണ് ചരിത്രത്തിൽ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ചില ഉദാഹരണങ്ങൾ, ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ അഭിമുഖീകരിക്കാത്ത ആളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ തങ്ങളുടെ ന്യൂസ് കോൺക്ലേവ് നടത്തിയപ്പോൾ ഉദ്ഘാടകനായി വിളിക്കാൻ ഒരു മടിയുണ്ടായിരുന്നില്ല. സാമാന്യമായ ഒരു യുക്തി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടമാണ്. ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഭരണത്തലവനായിരിക്കുന്ന ഒരാൾ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ ആ ആൾ പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ന്യൂസ് കോൺക്ലേവിന്റെ ഉദ്ഘാടകനായി വരുന്നു എന്ന് മാത്രമല്ല, ആ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് കൊടുത്ത ഒരു വിരുന്നുണ്ട്, ആ വിരുന്നിലെ അതിഥിയായും ക്ഷണിക്കപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ, ചില ഒത്തുതീർപ്പുകൾ, ചില നിശബ്ദതകളുടെ പ്രതിഫലങ്ങൾ, ഇതൊക്കെ ഈ സ്വേച്ഛാധികാര വാഴ്ചയുടെ ഭാഗമായി ലോകത്തെവിടെയും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ധീരമായി ചോദ്യം ചോദിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് ആക്രമണങ്ങളെയും പീഡനങ്ങളെയും ഏറ്റുവാങ്ങേണ്ടി വരും. അങ്ങനെ ഏറ്റുവാങ്ങേണ്ടി വന്നാലും വേണ്ടില്ല, ഞങ്ങൾ എല്ലാ അനീതിയെയും ചോദ്യം ചെയ്യും എന്ന് സ്ഥാപനങ്ങളും വ്യക്തികളും സമൂഹമാകെയും പ്രഖ്യാപിക്കുമ്പോഴാണ് മാറ്റത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുക. പക്ഷേ വർത്തമാനകാല ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ പ്രധാനമായിട്ടും മാധ്യമങ്ങളെ കേന്ദ്രീകരിക്കാൻ കാരണം ഫോർത്ത് എസ്റ്റേറ്റിലാണ് പലപ്പോഴും പലരും പ്രതീക്ഷ അർപ്പിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഒരു നാവായി, അതായത് അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ പക്ഷത്ത് നിൽക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ നിന്ന് അത് കാണുന്നില്ല. ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ ഒരുപക്ഷെ അത് മനസ്സിലായേക്കും. കഴിഞ്ഞ വർഷമാണ് പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. അതിന്റെ പുതിയ പാർലമെന്റ് മന്ദിരമാണ്. പക്ഷെ ആ ഉദ്ഘാടന ചടങ്ങ് ഇന്ത്യൻ ഭരണഘടനയോടുള്ള കടുത്ത അവഹേളനമായി. ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട അർത്ഥനഗ്നരായ പുരോഹിതന്മാർ ആ വേദി കൈയടക്കി, ഹൈജാക്ക് ചെയ്തു. രാഷ്ട്രം മതനിരപേക്ഷ രാഷ്ട്രമാണ്, പക്ഷെ നടന്നത് ഒരു അമ്പലത്തിലെ പൂജ പോലെയാണ്. അതാണ് നടന്നത്. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം പുറത്തിറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ തലക്കെട്ട് സമർപ്പണം എന്നായിരുന്നു. മുക്തകണ്ഠ പ്രശംസയാണ്. ഒരു ദുർബലമായ വാക്കുകൊണ്ട് പോലും ഒരു വിമർശനം ഉയർത്താൻ സാധിച്ചില്ല. മാതൃഭൂമി പത്രത്തിന്റെ തലക്കെട്ട് പുതിയ ഇന്ത്യ എന്നായിരുന്നു. ഏതർത്ഥത്തിലാണ് ഉപയോഗിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷെ അതായിരുന്നു തലക്കെട്ട്. ദേശാഭിമാനി അന്ന് കൊടുത്ത തലക്കെട്ട് ഇതല്ല ഇന്ത്യ എന്നായിരുന്നു. ദ ടെലഗ്രാഫ് ദിനപത്രം കൊടുത്ത തലക്കെട്ട് ഒരുപക്ഷെ അന്ന് പുറത്തിറങ്ങിയ ഇന്ത്യൻ പത്രങ്ങളിൽ ഏറ്റവും ചിന്തോദ്ദീപകമായ ഒരു തലക്കെട്ടായിരുന്നു. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2023 BC ഇതായിരുന്നു ആ തലക്കെട്ട്. പക്ഷെ പിന്നെ നമ്മൾ കേൾക്കുന്നത് ടെലഗ്രാഫിന്റെ എഡിറ്റർ മലയാളി കൂടിയായ ശ്രീ രാജഗോപാൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഭരണകൂടം അതിന്റെ സ്വേച്ഛാധികാര വാഴ്ചയുടെ വീതിയിൽ ഒരുപാട് വിധേയന്മാരെ സൃഷ്ടിക്കുന്നു. പ്രലോഭനവും ഭീഷണിയും സമ്മർദ്ദവും തങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. അതിൽ ജനാധിപത്യത്തിന്റെ 4ാം തൂണ് എന്ന് നാം കരുതി പോന്നവരൊക്കെ വീണുപോകുന്നു, അല്ലെങ്കിൽ അവർ അത് ആഹ്ലാദപൂർവം ആ ഒരു നില സ്വീകരിക്കുന്നു. ഇവിടെ വ്യക്തികൾ എന്ന നിലയ്ക്ക് എങ്കിലും ഇത് പ്രതിരോധിക്കപ്പെടേണ്ടതുണ്ട്, തുറന്നു കാണിക്കപ്പെടേണ്ടതുണ്ട്, ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. മനുഷ്യർ അവർ ഒറ്റയ്ക്കും കൂട്ടായും ഇത്തരത്തിലുള്ള രാഷ്ട്രം നേരിടുന്ന വെല്ലുവിളികൾക്കെതിരായ പോരാട്ടത്തിൽ അണിനിരക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള സാഹിത്യോത്സവങ്ങളിലെ ചർച്ചകളും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങളെ ശരിയായി പ്രതിഫലിപ്പിക്കുന്നതും അതിലിടപെടാൻ പരിശ്രമിക്കുന്നതുമായി തന്നെ രൂപപ്പെടുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്.
ഓരോ വാക്കിനും പ്രത്യാഘാതങ്ങളുണ്ട്, ഓരോ നിശബ്ദതയ്ക്കും. ഇതോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുകയാണ് വിഖ്യാതനായ ഫ്രഞ്ച് സാഹിത്യകാരനും ചിന്തകനുമായ ജീൻ പോൾ സാർത്രൻ്റെ ഈ വാചകം. ഓരോ വാക്കിനും പ്രത്യാഘാതങ്ങളുണ്ട്, ഓരോ നിശബ്ദതയ്ക്കും എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന വാക്ക് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ്. രാഷ്ട്രീയ പ്രവർത്തനം ഓരോ ആളും നടത്തുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളോട് പ്രതികരിക്കുമ്പോൾ, അത് തങ്ങളുടെ പ്രവർത്തനത്തിൽ പ്രതിഫലിക്കുമ്പോൾ ഓരോ ആളും അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്നും മുഴുവൻ സമയവും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതും അതൊട്ടേറെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതുമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതിലേക്ക് വരാം. അതിനു മുൻപേ ഇതിനൊക്കെ പുറമേ താങ്കൾ കവിയാണ്, കഥാകൃത്താണ്. തങ്ങളുടെ രചനയായിട്ടുള്ള പൂക്കളുടെ പുസ്തകം അത് എഴുതാനിടയായതിനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ അറിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ അത് പ്രചോദനമാകുമെന്ന് വിചാരിക്കുന്നു. ചുറ്റുമുള്ള പൂക്കൾ, അവയെ നിരീക്ഷിച്ച് അതിൻ്റെ പിന്നിലുള്ള കഥ, അതിൻ്റെ ചരിത്രം, അതിൻ്റെ ഐതിഹ്യം, ഇങ്ങനെ താങ്കൾ വളരെയേറെ അതിൻ്റെ പുറകിൽ നടന്ന് അതിനെക്കുറിച്ച് മനസ്സിലാക്കി എഴുതിയ പുസ്തകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ അതെങ്ങനെയാണ് ആ രചനയിലേക്ക് എത്തിയിട്ടുള്ളത്? ചോദ്യത്തിൽ ഒരു തിരുത്തുണ്ട്. ഞാൻ കവിയും കഥാകൃത്തുമെന്ന് ഇന്നേ വരെ ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തിയിട്ടില്ല. അത് അങ്ങനെയുള്ള വിശേഷണങ്ങൾ ഞാൻ സ്വീകരിക്കുന്നുമില്ല. ഈ പൂക്കളുടെ പുസ്തകത്തെക്കുറിച്ച് അത് ധാരാളമായി വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അത് ഞാൻ ആ പുസ്തകത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകം എഴുതുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് കുട്ടികളുടെ മുഖമാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ മുഖം. അതിൻ്റെ കാരണവും അതിൽ ഒരു വാക്കിൽ പറഞ്ഞിട്ടുണ്ട്: അവരിലാണ് പ്രതീക്ഷ. എന്ന് വെച്ചാൽ മുതിർന്നവരിൽ എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് അതിൻ്റെ രത്നച്ചുരുക്കം. നാളത്തെ ലോകം കുട്ടികളുടേതാണ്. ഒരുപക്ഷെ അവർക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ സാധിച്ചേക്കുമോ എന്നൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളെയും, അത് ഇലയും പൂവും മണ്ണും മഴയും എല്ലാം സവിശേഷമായി തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന മനോഭാവമുള്ളവരായി വളർന്നാൽ, അത്രയും ഹൃദയവിശാലതയുള്ളവരായി വളർന്നാൽ അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും എന്ന ചിന്ത എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഒരു ഭാഗം. രണ്ടാമത്തേത്, ആ പുസ്തക രചനയിലേക്ക് കടക്കുന്നത്, അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു കവർ ചിത്രം, അത് ഒരു അപൂർവ ശോഭയുള്ള പൂവായിരുന്നു. അപ്പോൾ അത് വളരെ ആകർഷിച്ചു. ആ പൂവ് അത് ഏത് പൂവാണെന്ന് എനിക്ക് അറിയുമായിരുന്നില്ല. സത്യത്തിൽ അത് നമ്മുടെ നാട്ടിൽ അത്ര അത്യപൂർവമായ പൂവൊന്നും അല്ല. മാനന്തവാടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ആ ചുറ്റുവട്ടങ്ങളിൽ ആ പൂവ് ഉണ്ടായിരുന്നില്ല. അത് ഏതാണെന്ന് അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാനും സാധിച്ചില്ല. പിന്നെ കാലം പോകെ പോകെ ആ മാസികയുടെ കോപ്പി തന്നെ കൈമോശം വന്നുപോയി. അപ്പോൾ ആരെയും കാണിച്ചു കൊടുക്കാനും നിർവാഹമില്ലാതെയായി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചിട്ടും എനിക്ക് കണ്ടെത്താനും കഴിഞ്ഞില്ല. അങ്ങനെ കാലമേറെ കഴിഞ്ഞിട്ടും അത് ഏത് പൂവ് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു ഇച്ഛാഭംഗം മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് വല്ലാതെ അങ്ങനെ അസ്വസ്ഥമാക്കിയപ്പോഴാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എന്ന് വെച്ചാൽ ഒരു 30 കൊല്ലത്തിന് ശേഷം, അത് തെരഞ്ഞ് കണ്ടുപിടിച്ചു. ആ മാസികയുടെ കോപ്പി വിളപ്പിൽശാലയിലെ EMS അക്കാഡമിയിലെ ലൈബ്രറിയിൽ നിന്ന് തെരഞ്ഞ് കണ്ടുപിടിക്കുകയും ചില സസ്യശാസ്ത്ര ബിരുദധാരികളായിട്ടുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടെ പൂവ് ഏതാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ കരുതും, അയ്യോ ഇതാണോ വലിയ കാര്യം എന്ന്. മേൻ തോന്നിയാണ് പൂവ്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് അറിയില്ലായിരുന്നു. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയില്ല. അതിനുശേഷമാണ് ഞാൻ നമ്മുടെ മാനന്തവാടി വഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത് ധാരാളം വഴിയിൽ കാണുകയും ചെയ്തിട്ടുണ്ട്. ഗ്ലോറിയോസോ എന്നാണ് പൂവിൻ്റെ പേര്. യാദൃച്ഛികമായി അന്വേഷണത്തിൻ്റെ ഒരു തുടർച്ചയിൽ ഈ പൂവിനൊരു വലിയ ചരിത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് സിംബാബ്വേയുടെ ദേശീയ പുഷ്പമാണ്, തമിഴ്നാടിൻ്റെ സംസ്ഥാന പുഷ്പമാണത്. ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴീഴം LTTE അവർ സ്വന്തമായി ഒരു രാജ്യം സ്ഥാപിക്കുമെന്ന് സ്വപ്നം കണ്ടവരാണ്. അപ്പോൾ ആ രാഷ്ട്രം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ദേശീയ പുഷ്പമാവണം എന്നവർ കണക്കാക്കിയിരുന്നത് ഈ പൂവായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അപ്പോൾ ഒരു പൂവിൽ ഇത്രയും ചരിത്രവും രാഷ്ട്രീയവും മറ്റ് ശാസ്ത്രവും ഒക്കെ അടങ്ങിയിരിക്കുന്നു എന്നതൊരു പുതിയ അറിവായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വ്യക്തിപരമായി പ്രത്യേക അടുപ്പം തോന്നിയ ചില പൂക്കൾ, ആ പൂക്കളുടെ സംബന്ധിച്ച വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ
മനസ്സിലാക്കാൻ കഴിഞ്ഞ അതിൻ്റെ വളരെ വിപുലമായ ചില ചരിത്ര ആ, ആ, ക- ആ, വശങ്ങൾ, അതിൻ്റെ അത് ഭാഗമാക്കായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം വിസ്മയിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഒരു പുസ്തക രൂപത്തിൽ തയ്യാറാക്കിയാൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പക്ഷേ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു കുഞ്ഞു പൂവും നിസ്സാരമല്ല എന്ന് അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്നൊരു തോന്നലിൽ നിന്നാണ് സത്യത്തിൽ ആ പുസ്തകം രൂപപ്പെട്ടു വരുന്നത്. മറ്റൊരു പുസ്തകം കൂടെ അതിന് ഇടയിൽ ലേഖന സമാഹാരങ്ങൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതാത് കാലത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളോടുള്ള പ്രതികരണങ്ങൾ താങ്കൾ എഴുതിയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് മരണം കാത്ത് ദൈവങ്ങൾ എന്നുള്ളത്. അത് ഏതൊക്കെ വർഷങ്ങൾ, കുറേ വർഷങ്ങളായിട്ട് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണോ അതോ ഇപ്പം അടുത്ത കാലത്തായിട്ടുള്ളതാണോ? അല്ല, സത്യത്തിൽ ആ പുസ്തകത്തിലൊന്നും എൻ്റെ ഒരു വലിയ അധ്വാനം ഇല്ല. കാരണം ഓരോ സന്ദർഭത്തിലും നമ്മൾ എഴുതിയിട്ടുള്ള ചില ലേഖനങ്ങൾ അവർ സമാഹരിച്ചിട്ട് തിരഞ്ഞെടുത്തിട്ട് അവർ തന്നെ നമ്മുടെ അനുവാദത്തോടു കൂടി പുസ്തകമാക്കിയതാണ്. അപ്പോൾ അത് പല കാലത്ത് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ്. അപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വാചകം കൂടി പറയാം. അതിൽ പുസ്തകത്തിൻ്റെ പേര് കൊടുത്തത് മരണം കാത്ത ദൈവങ്ങൾ എന്നാണ്. അതൊരു ചെറിയ ലേഖനത്തിൻ്റെ തലക്കെട്ടാണ്. സത്യത്തിൽ അതും എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടൊന്നും ഒരു ആശയമല്ല, അതൊരു അനുഭവമാണ്. തെന്നിന്ത്യൻ ചലച്ചിത്ര താരം, വളരെ പ്രശസ്തനായിട്ടുള്ള ശ്രീ കമൽഹാസൻ, അദ്ദേഹത്തെ ഒരിക്കൽ യുവധാരയ്ക്ക് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. അപ്പോൾ വിശ്വാസ സംബന്ധമായ ചില ചോദ്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നാണ് ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് മനസ്സിൽ രൂപപ്പെട്ടു വന്നത്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ദൈവവിശ്വാസിയൊന്നുമല്ല, എന്നാൽ അദ്ദേഹം നിരീശ്വരവാദിയുമല്ല. ദൈവമില്ല എന്ന് വാദിച്ച് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണല്ലോ നിരീശ്വരവാദികൾ. അപ്പോൾ അദ്ദേഹം നിരീശ്വരവാദിയുമല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ അഭിമുഖ സംഭാഷണത്തിനിടയിലെ ഒരു വാചകം വളരെ ചിന്തോദ്ദീപകമായിട്ട് എനിക്ക് തോന്നി. അതാണ് ഈ പറഞ്ഞത്. അതായത് ഇന്നത്തെ ദൈവങ്ങൾ നാളെ ഉണ്ടാവും എന്നതിന് ഒരു ഉറപ്പുമില്ല. സത്യമാണല്ലോ. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമുക്ക് സുപരിചിതരായ ദൈവങ്ങൾ ആരൊക്കെയാണ്? ശാന്തമായി സദസ്സിനെ പ്രകോപിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം പേരും വിശ്വാസികളായിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അതിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനം ഞാൻ ഉന്നയിക്കുന്നുമില്ല. എല്ലാവർക്കും വിശ്വാസ സ്വാതന്ത്ര്യമുണ്ട്. ഓരോരുത്തരും അവരവരുടെ പാതകൾ കണ്ടെത്തട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റൂ. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ, മാനന്തവാടിയിൽ നിന്ന്, വയനാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതരായ ദൈവങ്ങൾ ഏതൊക്കെയാണ്? പല കാരണം കൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും പേര് പറയുന്നില്ല. പക്ഷെ നമുക്ക് പരിചയമുള്ള കുറേ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളെ സംബന്ധിച്ച വിശ്വാസം ആവിർഭവിച്ചിട്ട് എത്ര കാലമായി നമ്മൾ ചിന്തിച്ചാൽ 1500 വർഷമായിട്ട് പ്രബലമായി പ്രചാരത്തിലുള്ള ഒരു ദൈവം നമ്മൾ കണ്ടെത്താൻ പറ്റും. അതിനൊക്കെ കുറെ കൂടി അപ്പുറത്ത് 1000-2000 ഒക്കെ വർഷം ഉള്ള ദൈവം നമുക്ക് കണ്ടെത്താൻ പറ്റും. കുറെ കൂടി വർഷം 4000-5000 കൊല്ലം പഴക്കമുള്ള ദൈവത്തെ കണ്ടെത്താം. പക്ഷെ അതിനപ്പുറത്ത് ഒരു 6000-ത്തിനപ്പുറത്തെ വേണ്ട, ഒരു 10000 കൊല്ലത്തിന് മുൻപ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതായ ഒരു ദൈവത്തെ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ അന്ന് വേറെ ദൈവം ഉണ്ടായിരുന്നു. അതാണ്, ദൈവം ഇല്ലായിരുന്നു എന്നല്ല. അപ്പൊ ആ ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1000 ആണ്ടുകൾക്ക് മുൻപ് പ്രബലമായി നിന്ന ദൈവങ്ങളും മതങ്ങളും ഇന്നില്ല എന്ന് കാണാൻ പറ്റും. ഇന്നില്ല. ഗ്രേവ് യാർഡ് ഓഫ് ഗോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റോ മറ്റോ ഉണ്ടത്രേ. അതിൽ മരിച്ചുപോയ ദൈവങ്ങളുടെ പേരാണുള്ളത്. ഒരു കാലത്ത് ഉഗ്രപ്രതാപികളായി നിന്ന ദൈവങ്ങൾ, ലക്ഷക്കണക്കിന് വരുന്ന ഭക്തർ, അനുയായികൾ, അമ്പരചുംബികളായ ആരാധനാലയങ്ങൾ. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ അവയുടെ സ്ഥാനത്ത് പുതിയ ദൈവങ്ങൾ വന്നു, പുതിയ ആരാധനാലയങ്ങൾ, പുതിയ ആരാധനാക്രമങ്ങൾ വന്നു, പുതിയ മതങ്ങൾ വന്നു. ഇനിയും സ്വാഭാവികമായും കാലമേറെ ചെല്ലുമ്പോഴോ 1000-ഓ 2000-ഓ 5000-ഓ എത്രയോ ആവട്ടെ, ചിലപ്പോൾ 100-200 എത്രയോ ആവും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇന്നത്തെ ദൈവങ്ങൾ അന്നുണ്ടാവും എന്ന് എന്താണ് ഉറപ്പ്? നമുക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നും, അയ്യോ നമ്മുടെ ദൈവം മരിക്കുമോ? പക്ഷെ ചരിത്രം അതാണ് കാണുന്നത്. അന്ന് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ദൈവങ്ങൾ വരും. നമ്മൾ സങ്കടപ്പെടാനില്ല. വലിയ ദൈവങ്ങൾ വരും, കൂടുതൽ ശക്തിയുള്ള ദൈവങ്ങൾ വരും, ആരാധനാലയങ്ങൾ വരും. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും പല ആരാധനാലയങ്ങളും ഇപ്പോൾ വിശ്വാസികൾ കടന്നു വരാതെ വലിയ പ്രതിസന്ധിയെ നേരിടുകയും പാട്ടത്തിന് കൊടുക്കുകയൊക്കെ ചെയ്ത് അതിൽ ചിലതിന് പോയി സന്ദർശിക്കാനും അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടിയല്ല പറയുന്നുള്ളത് കൊണ്ട് അതിലൊന്നും ഞാൻ അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആരെയും ബാധിക്കാത്ത ഒരു ഉദാഹരണം പറയാം, വെറുതെ ആളുകളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഹുഡ്സിലോ പോച്ച്റ്റിലി എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടായിരുന്നു. മെക്സിക്കോയിൽ.
ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണ് അത്ര ഉണ്ടായിരുന്നത്. ആ ദൈവത്തിന്റെ ഒരു പ്രത്യേകത ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അന്ന് പ്രബലമായിരുന്ന ഒരു വിശ്വാസം, ഈ ദൈവത്തിന് കൂടുതൽ കരുത്ത് ലഭിക്കാൻ ചെറുപ്പക്കാരുടെ രക്തം കൊണ്ട് അർച്ചന നടത്തണം എന്നായിരുന്നു അത്രേ. അതുകൊണ്ട് വിശ്വാസികളായ സമൂഹം മുഴുവൻ നാട്ടിലെ ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് കഴുത്തറത്ത് ആ ചോര അർപ്പണം ചെയ്യും. അങ്ങനെ 10,000-കണക്കിന് ചെറുപ്പക്കാർ അന്ന് കൊല്ലപ്പെട്ടു അത്രേ. പക്ഷെ നിങ്ങൾ നോക്കൂ, ഇന്ന് ആ ദൈവമില്ല. മെക്സിക്കോയിൽ ഇന്ന് അങ്ങനെ ഒരു ദൈവമേ ഇല്ല. 10,000-കണക്കിന് ചെറുപ്പക്കാരുടെ രക്തം പോലും ആ ദൈവത്തിന്റെ ജീവൻ നിലനിർത്താൻ സഹായമായില്ല. ദൈവം പോയി. പകരം കുറെ കൂടി മെച്ചപ്പെട്ട, ചോരയോട് അത്ര കൊതിയില്ലാത്ത പുതിയ ദൈവം വന്നു. നല്ല ദൈവങ്ങൾ ഇനി വരും. പുതിയ ഒരു കാലഘട്ടം ഒരുപക്ഷെ അവരുടേത് കൂടിയായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകളിലേക്കൊക്കെ നയിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഇടയാക്കി. അതാണ് ആ മറ്റു പുസ്തകത്തിന്റെ പേരിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. അത്ര സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം കേൾക്കാൻ ആഗ്രഹമുണ്ട്. താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് തോന്നുന്നു വായനയായാലും എഴുത്തായാലും എല്ലാം ഒന്നും വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. വായനയിലൂടെയും നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വായന ഒരു രാഷ്ട്രീയമാണ്, എഴുത്ത് ഒരു രാഷ്ട്രീയമാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇടപെടലുകളും മറ്റും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. ഇനി സാറിന് അത് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെ. അത് നിങ്ങളുടെ അഭിപ്രായത്തോട് എനിക്ക് പൂർണ്ണമായി യോജിപ്പാണുള്ളത്. ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്കിന്റെ നിരുക്തിയിലേക്ക് പോകുന്നില്ല, നമ്മൾ സമയം പോകുന്നുള്ളത് കൊണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് പറയാം. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും രാഷ്ട്രീയക്കാരാണ് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. പക്ഷെ പ്രത്യേകമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിട്ടുള്ളവരാണ് എന്ന് അതിനർത്ഥമില്ല. പ്രത്യേകമായി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവാതെ ദൈനംദിന രാഷ്ട്രീയ പാർട്ടികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാതെ നിങ്ങൾ രാഷ്ട്രീയക്കാരനായി രാഷ്ട്രീയക്കാരിയായി ജീവിക്കുന്നു എന്നതാണ്. അങ്ങനെ ജീവിക്കാം. അതിനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിക്കൊള്ളണമെന്നില്ല. അത് മറ്റൊരു ഭാഗമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസവും നാം പറയുന്ന വാക്കുകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, ചോദ്യങ്ങൾ, നമ്മുടെ ക്ഷോഭം, ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. എഴുത്തും വായനയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. തീർച്ചയായും എഴുത്തും വായനയും ഒക്കെ നാം പറയുന്ന ഒരു അഭിപ്രായം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരു ദിവസം പത്രം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പലതരം ചിന്തകൾ, അതെല്ലാം നമ്മുടെ ഒരു രാഷ്ട്രീയ പ്രതികരണമാണ്. ഇപ്പൊ പെട്രോളിന് വില കൂടി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു രോഷം, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നതിന്റെ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ഇതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ നല്ലൊരു ലോകവും കാലവും ഉണ്ടാവണം എന്ന ആഗ്രഹം മുൻനിർത്തി നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം. അത് ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സാഹിത്യരചന നടത്തുമ്പോഴും, നിങ്ങൾ കൃഷി ചെയ്യുമ്പോഴും, നിങ്ങൾ ഒരു സൗഹൃദം സ്ഥാപിക്കുമ്പോഴും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നന്ദി. ഇനി നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. സദസ്സിന് ശ്രീ സ്വരാജുമായി സംവദിക്കാനുള്ള സമയമാണ്. ഇന്നത്തെ ദിവസം ശ്രീ MTയുടെ കൂടി ഓർമ്മ ദിവസമാണല്ലോ. ശ്രീ M സുരാജ് എന്ന രാഷ്ട്രീയക്കാരനെ, സുരാജ് എന്ന വായനക്കാരനെ, എന്ന വ്യക്തിയെ MT ഏതളവിൽ, എവിടെ വരെ, എങ്ങനെ സ്വാധീനിച്ചു? MTയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഓർമ്മ മറ്റേ നോവലല്ല, ഒരു കഥയാണ്. അത് ഞാനിവിടെ ഇതിനോടകം പറഞ്ഞു. അത് പള്ളിവാളും കാൽച്ചിലമ്പും എന്നൊരു കഥയാണ്. ആ കഥ പിന്നീട് നിർമാല്യം എന്ന പേരിൽ ഒരു സിനിമയായി നമ്മുടെ മനസ്സിലേക്ക് വന്നു. ഇപ്പോൾ നാലുകെട്ടായാലും മഞ്ഞായാലും, മഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിരുന്നു. രണ്ടാം കൂഴമായിരുന്നാലും, രക്തപുരണ്ട മണൽത്തിരികളായിരുന്നാലും, നിന്റെ ഓർമ്മയ്ക്കായാലും, ഇതൊക്കെ എടുത്താലും ആ എല്ലാ കൃതികളും ഏറിയോ കുറഞ്ഞോ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. എന്നാൽ MTയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം തൻ്റെ ജീവിതകാലത്തുടനീളം മതനിരപേക്ഷ നിലപാടുകൾ ശക്തമായി ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. എന്തെല്ലാം അധികാര മാറ്റങ്ങൾ ഉണ്ടായിട്ടും വർഗീയ ആശയഗതികൾ അദ്ദേഹത്തിൽ ഒരു സ്വാധീനവും ചെലുത്തിയില്ല. അദ്ദേഹം പുരോഗമന മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചു. അതൊരു ഭാഗം. അദ്ദേഹത്തിൻ്റെ
ഈ പറഞ്ഞ കഥ, ആ കഥ ഒരു പക്ഷേ ആ ഘട്ടത്തിൽ, നമ്മൾ പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളം വേണം മനസ്സിൽ വരാൻ, ആ കാലത്ത് ഒരു മലയാളിക്ക് ചിന്തിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി പുരോഗമനോന്മുഖമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും, എന്നാൽ ഒട്ടും മുഴച്ചു നിൽക്കാതെ ഏച്ചുകെട്ടലില്ലാതെ ഏറ്റവും ഹൃദ്യമായ ഒരു വായനാനുഭവമായി, ഒരു ചെറുകഥയായി അദ്ദേഹത്തിന് ആലേഖനം ചെയ്യാൻ കഴിഞ്ഞു. അത് തീർച്ചയായും നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ പോലും, അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ എന്ന വാക്ക് ഒരുപക്ഷെ അത്രയ്ക്ക് അവിടെ യോജിച്ചാണോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ സാമൂഹ്യ വീക്ഷണം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പോലും ഗണ്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം സാർ. അതായത് വായനയെ അടിസ്ഥാനമാക്കി കൊണ്ട് വ്യത്യസ്തമായ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിൽ കണ്ടു. സാറേ, ഏറ്റവും പുതിയതായി വായിച്ച പുസ്തകങ്ങളിൽ അത് മറ്റുള്ളവർ കൂടി പങ്കുവെക്കണം എന്ന് തോന്നിയത്, വായിക്കുന്ന സമയത്ത് തോന്നിയ ഒരു പുസ്തകം സാർ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടാവും മനസ്സുകൊണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പുസ്തകത്തിനെ കുറിച്ച്, കാരണം പുതിയ എഴുത്തുകാരൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, നമുക്ക് പ്രതീക്ഷ ഒരുപാട് ഉളവാക്കുന്ന ചെറുകഥാരംഗവും കവിതാരംഗവും കഥാരംഗവും നോവൽ രംഗവും ഒക്കെ സമ്പുഷ്ടമായിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിൽ. അപ്പോൾ ഏറ്റവും പുതിയ എഴുത്തുകാരാണെങ്കിൽ അങ്ങനെ, അതല്ല കുറച്ചുകൂടി പിന്നോട്ടാണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിന് ഗുണകരമാവും, മറ്റുള്ളവരും നിർബന്ധമായും അത് വായിച്ചിരിക്കണമെന്ന് ഒരു വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെയോ ഒരു എഴുത്തുകാരൻ്റെയോ പേര് പ്രത്യേകമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ വളരെ പ്രതീക്ഷാനിർഭരമായി നമുക്ക് തോന്നുന്ന ധാരാളം എഴുത്തുകാരുണ്ട്. ആരുടെങ്കിലും ഒരാളുടെ പേര് പറഞ്ഞാൽ മറ്റുള്ളവർ ആ ഗണത്തിൽ പെടില്ല എന്ന് തോന്നൽ വന്നു പോകുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിനിപ്പോൾ മുതിരാതിരിക്കുന്നത്. ധാരാളം എഴുത്തുകാരുണ്ട്, എല്ലാവരുടെയും പേര് നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാനും കഴിയില്ലല്ലോ. വായിച്ച പുസ്തകങ്ങളിലും അത് ഞാൻ പറഞ്ഞില്ലേ, ഏറിയോ കുറഞ്ഞോ നമ്മളെ സ്വാധീനിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള പുസ്തകം ഉല എന്ന് പറഞ്ഞ് നമ്മുടെ മോഹൻകുമാറിൻ്റെ നോവലാണ്. അത് വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വായനാ രംഗത്തേക്ക് കടന്നു വരുന്നവരോട് ഒരു ഉപദേശവും തരാനില്ല കേട്ടോ. ജീവിതത്തിൽ ഒരു ഉപദേശവും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ, അതുകൊണ്ട് മറ്റൊരാളെ ഉപദേശിക്കാൻ ഞാൻ മെനക്കെടാറുമില്ല. അപ്പോൾ എനിക്കാകെ ഒരു അഭിപ്രായം പറയാനുള്ളത്, നിങ്ങൾ വായിക്കാൻ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിലെ ആദ്യ പേജ് വായിക്കുമ്പോൾ ആ പുസ്തകം നിങ്ങളോട് പറയും രണ്ടാം പേജ് വായിക്കണോ വേണ്ടയോ എന്ന്. അത് അനുസരിച്ചാൽ മാത്രം മതിയാവും നമ്മളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഒരു പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തുടർന്ന് വായിക്കാനുള്ള പ്രേരണ ആ പേജ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേജുകൾ എനിക്ക് തരുമ്പോഴാണ് ഞാൻ തുടർന്ന് വായിക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മളൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ചില കാര്യം അങ്ങനെ ചിലത് വായിക്കുമല്ലോ, മനസ്സിലാക്കാൻ, ചിലത് അറിയാൻ, അത് വായിച്ചേ പറ്റൂ എന്നുള്ളത് കൊണ്ട് വായിക്കും. അതല്ലാതെ സ്വാഭാവികമായ വായനയെ മുൻപോട്ട് നയിക്കാനുള്ള ഊർജം ആ കൃതിക്ക് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെയും നിങ്ങൾ വായിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് വായനയെ സംബന്ധിച്ച് പൊതുവായി പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വരാജിൻ്റെ പൂക്കളുടെ പുസ്തകം വായിച്ച ഒരാളാണ്, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ മേന്തോന്നി എന്ന് പറയുന്ന പൂവിൻ്റെ രാഷ്ട്രീയം വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിരുന്നു. പിന്നീട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം ചെയ്ത സമയത്ത് അതിൻ്റെ കവർ പേജായി നമ്മൾ സെലക്ട് ചെയ്തൊരു പുസ്തകവും അത് ഒരു പൂവും അത് തന്നെയായിരുന്നു. അപ്പോൾ സ്വരാജ് നേരത്തെ സംസാരിച്ചപ്പോൾ പിറക്കാതെ പോയ ഒരു രാഷ്ട്രത്തിൻ്റെ ദേശീയ പുഷ്പം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മളും ഇത് മനസ്സിലാക്കുന്ന അതാണ്. ആ പുസ്തകത്തിൽ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പുസ്തകത്തിൽ അത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, LTT എന്ന് പറയുന്ന ഒരു തമിഴ് വിമോചന പ്രസ്ഥാനം, അവരുടെ സ്വപ്നം ഇന്നത്തെ ഒരു ഇന്ത്യൻ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ അഖണ്ഡതയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഇന്ത്യൻ അഖണ്ഡതയ്ക്കെതിരായി നിൽക്കുന്ന ആ സ്വപ്നത്തെ, തമിഴ് ലിബറേഷൻ്റെ ആ സ്വപ്നത്തെ സ്വരാജും മറ്റൊരർത്ഥത്തിൽ അതിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു എന്നെനിക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു. അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഇതിലൊരു വൈരുദ്ധ്യം ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു ചോദ്യത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് ഇരുട്ടി വരെ പോകാൻ വേണം. ഒടുവിലായി ചോദിച്ചത് ഗംഭീരമായൊരു ചോദ്യമാണ്. സത്യത്തിൽ കുറച്ചധികം സമയമെടുത്ത് നമുക്ക് സംവദിക്കാവുന്ന, ചർച്ച ചെയ്യാവുന്ന ഒരു വിഷയവുമാണത്. അപ്പോൾ ഞാൻ വെറുതെ അതുമായി ചേർത്ത് വെച്ച് നേരിട്ടല്ലാതെ
മറുപടി പറഞ്ഞ് തുടങ്ങാമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് പ്രദർശിപ്പിച്ചൊരു സിനിമയുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ പേര് എ 12 ഇയർ നൈറ്റ് എന്നാണ്. ഒരു 12 വർഷ രാത്രി, അതാണ് സിനിമ. ഒരു ഉറുഗ്വയൻ സിനിമയാണ്. ആ ഉറുഗ്വയിലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഉറുഗ്വയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇടതുപക്ഷം അധികാരത്തിൽ വന്നു. ഉറുഗ്വയിൽ മറ്റേ ഓർസി എന്ന് പറയുന്ന ഒരു ആളാണ് അവിടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ഉറുഗ്വയിലെ തുപമാരോസ എന്ന് പറയുന്ന ഒരു ഗറില്ല സംഘം ഉണ്ടായിരുന്നു. അവർ ഉറുഗ്വയെ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി, ഒരു സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി രൂപപ്പെടുത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് വലിയൊരു പ്രക്ഷോഭം അഴിച്ചുവിട്ടു, ഒരു വലിയ കലാപം അഴിച്ചുവിട്ടു. പക്ഷെ അത് അടിച്ചമർത്തപ്പെട്ടു. അതിൻ്റെ നേതാക്കന്മാരെല്ലാം ജയിലിലടക്കപ്പെട്ടു. ആ കൂട്ടത്തിൽ അവരുടെ നേതാവായിരുന്നു ഹൊസെ മുയ്ക്കോ എന്ന് പറയും. അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. അദ്ദേഹം വളരെ ഒരു ധീരോജ്വലമായ ചരിത്രം അദ്ദേഹത്തിനുണ്ട്. വാർഫീൽഡിൽ 6 തവണ വെടിയേറ്റ് വീണ ആളാണ് അദ്ദേഹം. ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹത്തെ ചികിത്സ നേടി വീണ്ടും വാർഫ്രണ്ടിലേക്ക് വന്ന് അങ്ങനെ പൊരുതിയ ഒരാളാണ് അദ്ദേഹം. അതിനുശേഷമാണ് അദ്ദേഹം 10-12 കൊല്ലം ജയിലിലടക്കപ്പെട്ടു. അദ്ദേഹവും സഹപ്രവർത്തകരും എല്ലാം ജയിലിലടക്കപ്പെട്ടു. അപ്പോൾ അവര് ഏറ്റവും ഭീകരവാദികൾ എന്ന നിലയിൽ അവർ ജയിലിലടക്കപ്പെട്ടു. എന്നാൽ പിന്നീട് ഈ 12 കൊല്ലത്തിന് ശേഷം അവരെല്ലാം ജയിൽ മോചിതരായി. രാജ്യത്ത് പല മാറ്റങ്ങളും ഉണ്ടായി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അവര് മത്സരിച്ചു. ജനാധിപത്യ പാതയിലേക്ക് അവർ വന്നു, അവർ മത്സരിച്ചു. ഈ തുപമാരോസയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പലരും അന്ന് ജയിച്ചു. അന്ന് ഈ ഹൊസെ മുയ്ക്കോ ഉറുഗ്വയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്, ഈ കഥയാണ് ആ സിനിമയുടെ കഥ, എ 12 ഇയർ നൈറ്റ്. അതായത് രാജ്യത്ത് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ പേരിൽ അടിച്ചമർത്തപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ഒരു വ്യാഴവട്ടം ജയിലിൽ കിടന്നതിന് ശേഷം പിന്നീട് അവർ ജയിൽ വിമോചിതരായി വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. ഈ മുയ്ക്കോയുടെ ഒക്കെ ജീവിതം നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു ജീവിതമാണ്. അദ്ദേഹം അറിയപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട പ്രസിഡന്റ് എന്നാണ്. അപ്പോൾ അധികാര പദവിയിൽ നിൽക്കുന്ന സമയത്തും അധികാരത്തിൻ്റെതായ എല്ലാ സൗകര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള അസാധാരണമായ കരുത്ത് പ്രകടിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വമാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇത്രയും ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം. എന്ന് വെച്ചാൽ അടിച്ചമർത്തപ്പെട്ട എല്ലാ സമരങ്ങളും, കലാപങ്ങൾ എന്ന പേരിലും വിജയിച്ച എല്ലാ സമരങ്ങളും സ്വാതന്ത്ര്യ പ്രക്ഷോഭം എന്ന പേരിലുമാണ് ലോകത്തിൽ അറിയപ്പെടുക. അപ്പോൾ LTTEയുടെ സമരം ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുക, തമിഴീഴത്തിന്റെ രാഷ്ട്രപിതാവാണ് വേലുപ്പിള്ള പ്രഭാകരൻ എന്നാകുമായിരുന്നു. അത് അടിച്ചമർത്തപ്പെട്ടു. അതുകൊണ്ട് വേലുപ്പിള്ള പ്രഭാകരൻ ഇപ്പോഴും ചരിത്രത്തിൽ ഒരു ഭീകര പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. LTTE വിലയിരുത്താനോ അവരുടെ പ്രവർത്തന രീതിയെ സംബന്ധിച്ച വിശകലനത്തിനോ ഇപ്പൊ ഞാനിവിടെ മുതിരുന്നില്ല. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. പറഞ്ഞത് ഇത്ര മാത്രമാണ്. പറയാൻ ബാക്കി വെച്ചത് ഒരു വരി കൂടിയുള്ളത്, ഭീകരമായ അടിച്ചമർത്തലിൻ്റെയും വിവേചനത്തിൻ്റെയും നടുവിൽ നിന്നാണ് സ്വതന്ത്ര തമിഴീഴം എന്ന സ്വപ്നം ഉണ്ടായത്. അങ്ങനെയാണ് ആ സ്വപ്നം ഉണ്ടാവുന്നത്. ഇപ്പൊ ചിലർ വിമർശിക്കാറില്ലേ, തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുന്നു. അങ്ങനെ പറയാമോ? സർവാധിപത്യം ഏതായാലും അപകടമല്ലേ? സത്യത്തിൽ അതൊരു മുദ്രാവാക്യം എന്നതിലുപരി അതൊരു സ്വപ്നമാണ്. അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായ സ്വപ്നമാണ്. ആ സ്വപ്നം ഉണ്ടാവാൻ കാരണം മുതലാളിത്തം അതിൻ്റെ കാൽ കീഴിലെ പുഴുവിനെ പോലെ മനുഷ്യനെ ചവിട്ടി അരച്ചപ്പോൾ, തൊഴിലാളിയെ ചവിട്ടി അരച്ചപ്പോൾ, ആ അഭിശപ്തമായ നിമിഷത്തിൽ അവന്റെ ജീവിതത്തിൽ കാണാൻ പറ്റിയ മനോജ്ഞമായ ഒരു സ്വപ്നം കാണുകയാണ്. എല്ലാ അധികാരങ്ങളും പിടിച്ചടക്കുന്ന ഒരു കാലം. അതിനെയാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പേരിട്ടത്. അതൊരു കാലം സൃഷ്ടിച്ച സ്വപ്നമാണ്. അതാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലം സൃഷ്ടിച്ചതാണ് LTTE. അത് സൃഷ്ടിക്കാൻ കാരണം അത്രമാത്രം കഠിനമായ അടിച്ചമർത്തലും ദുരനുഭവങ്ങളുമാണ് എന്നതാണ്. അതിൻ്റെ അർത്ഥം തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന വാക്കിന് ഇന്നത്തെ കാലത്തെ അർത്ഥം സമത്വം എന്ന് തന്നെയാണ്. അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് തന്നെയാണ്. പക്ഷെ അത്ര രൂക്ഷമായ അടിച്ചമർത്തലിന്റെ ഒരു ഘട്ടത്തിൽ സ്വപ്നങ്ങൾക്കും തീവ്രത കൂടും, മുദ്രാവാക്യങ്ങൾക്ക് കരുത്തു കൂടും. അപ്പോൾ നമുക്ക് ഈ സംവാദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നില്ല. നമ്മുടെ എല്ലാം മനസ്സിലും അല്ലാതെയും സംവാദങ്ങൾ, വായനകൾ, ചർച്ചകൾ തുടരട്ടെ എന്ന് പറയും. സർ, താങ്ക് യു സർ. സർ, ഒരു ചെറിയ ചോദ്യം കൂടെ ഉണ്ടായിരുന്നു. സോ സർ, ഡു യു ഹാവ് ടൈം?
വളരെ പെട്ടെന്ന് ചോദിക്കാം, നമുക്ക് സമയം വളരെ പരിമിതമാണ്. ഇത് ശരിക്കും അവസാനത്തെ ചോദ്യം. ഹലോ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അതായത് അപൂർവ പുഷ്പങ്ങളെ കുറിച്ച് താങ്കളുടെ ഒരു ചെറിയ കുറിപ്പ് ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. അതിൽ പറയുന്ന മേത്തോന്നി ഉണ്ടല്ലോ, വയനാട്ടിൽ ധാരാളം ഒരു കാലത്തുണ്ടായിരുന്നു, ഇപ്പം അത് കുറഞ്ഞു വരികയാണ്. ഒരു ചൊല്ലുണ്ട്, മേത്തോന്നിക്കും താന്തോന്നിക്കും മരുന്നില്ല. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അതായത് ഈ മേത്തോന്നിയുടെ കിഴങ്ങ് വലിയ കൊടും വിഷമാണ്, അതാരും ഉപയോഗിക്കല്ലേ എന്ന് മാത്രമാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്. അത് മാത്രമേ പറയാനുള്ളൂ. അതിൽ പൂർണ്ണമാവില്ല. എന്താന്ന് വെച്ചാൽ മേന്തോന്നിയുടെ വിഷം എന്ന് പറയുന്നത് സ്ഥാവര വിഷം എന്ന് പറയുക. സ്ഥാവര വിഷം എന്ന് പറയുന്നത് ജംഗമ വിഷത്തിനുള്ള മരുന്ന് കൂടിയാണ്. അപ്പോൾ ഏറ്റവും ഔഷധമൂല്യം ഉള്ളതാണ് മേന്തോന്നി എന്നതാണ് അതിൻ്റെ മറ്റൊരു വശം. അത് ഞാൻ കണ്ടെത്തിയതല്ല. നമ്മുടെ ശിവകാശിയിലോ മറ്റോ ഉള്ള ഒരു ടി പി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൃഷിക്കാരൻ ഈ മേന്തോന്നിയുടെ കിഴങ്ങെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം തോന്നിയിട്ട് ലണ്ടനിലെ ബൊട്ടാണിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ അവരവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ റിസൾട്ട് അയച്ചു കൊടുത്തപ്പോൾ അതിൽ അപൂർവമായ ശേഷിയുള്ള ഔഷധ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 1 കിലോഗ്രാം മേന്തോന്നിയുടെ കിഴങ്ങിന് ഇന്ത്യൻ രൂപ ഏതാണ്ട് 1000 രൂപയിൽ കൂടുതൽ വിലയുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ, ഡിണ്ടിഗലും ഒക്കെ കർഷകർ മേന്തോന്നി കൃഷി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് പണ്ട് ചില പ്രത്യേക കാര്യങ്ങൾക്ക് വിഷമായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മൾ അത് വിഷമാണ് എന്ന ചിന്തയിൽ മാത്രം നിന്നുകൂടാ. അവിടെ നിന്നൊക്കെ കാലം മുന്നോട്ട് പോയി അതിൻ്റെ ഔഷധ മൂല്യം ലോകം ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നന്ദി. സ്നേഹത്തോടെ കേട്ടിരുന്ന എല്ലാവർക്കും സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്.